വിസും വാഷിംഗ് ആൻഡ് സ്റ്റീം അയൺ സെന്റർ പുന്നമ്പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ വാഷിംഗ്, അയണിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്ന യൂണിറ്റാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പുന്നമ്പറമ്പ് സെന്ററിലുള്ള കളക്ഷൻ സെന്ററിൽ വസ്ത്രങ്ങൾ സ്വീകരിക്കും. ഉപഭോക്താക്കളുടെ സൗകര്യം കണക്കിലെടുത്ത് വടക്കാഞ്ചേരി ടൗണിലുള്ള അഷ്ടപതി കോംപ്ലക്സിൽ കളക്ഷൻ സെന്റർ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ഇനി വാഷിംഗും അയണിംഗും ഒരു പ്രശ്നമേയല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 96504445 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. മലയാളത്തിന്റെ നടനവിസ്മയം മമ്മൂട്ടിക്ക് ഇന്ന് 73-ാം പിറന്നാൾ. അഭിനയ ജീവിതത്തിൽ അരനൂറ്റാണ്ട് പിന്നിടുമ്പോഴും നിരന്തരം നവീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഭിനയ വിദ്യാർത്ഥിയാണ് ഇപ്പോഴും മമ്മൂക്ക. ഒരു അഭിനേതാവിന്റെ ഏറ്റവും വലിയ ഉപകരണം സ്വന്തം ശരീരം തന്നെയാണ്. ശരീരത്തിന്റെ ചെറുചലനങ്ങൾക്ക് പോലും അഭിനയത്തിൽ നിർണായക സ്ഥാനമാണുള്ളത്. മുഖഭാവങ്ങൾക്കപ്പുറം അവ കൂടി ചേരുമ്പോഴാണ് അഭിനയം പൂർണ്ണതയിലെത്തുന്നത്. പ്രായം മമ്മൂട്ടിക്ക് പുറകെ ചലിക്കുന്ന അക്കങ്ങൾ മാത്രം. 1971 KS സേതുമാധവൻ സംവിധാനം ചെയ്ത അനുഭവങ്ങൾ പാളിച്ചകളിലും 1973 K നാരായണൻ സംവിധാനം ചെയ്ത കാലചക്രത്തിലും അപ്രധാന വേഷങ്ങൾ ചെയ്ത് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച മമ്മൂട്ടിയുടെ പേര് ആദ്യമായി രേഖപ്പെടുത്തിയത് 1980 ആസാദ് സംവിധാനം ചെയ്ത വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിലായിരുന്നു. ഇന്ത്യൻ സിനിമയെ വിസ്മയിപ്പിച്ചുകൊണ്ട് കാലത്തെ അതിജീവിക്കുന്ന കഥാപാത്രങ്ങൾ മമ്മൂട്ടിയിലൂടെ പിറവിയെടുത്തുകൊണ്ടേയിരുന്നു. ഒരു വടക്കൻ വീരഗാഥയിലെ ചന്തുവും, മൃഗയയിലെ വാറുണ്ണിയും, സൂര്യമാനസത്തിലെ പുട്ടുറുമീസും, പൊന്തൻമാടയിലെ മാടയും, വാത്സല്യത്തിലെ രാഘവനുമൊക്കെയായി എത്രയെത്ര വേഷങ്ങൾ. അഭിനയ ജീവിതത്തിൽ 50 ആണ്ടുകൾക്ക് ശേഷവും അഭിനിവേശത്തിന് തെല്ലും കുറവില്ല. തേച്ചു മിനുക്കുന്തോറും തിളക്കവും മൂല്യവും വർദ്ധിക്കുന്ന രത്നം പോലെയാണ് മമ്മൂട്ടി. മലയാളത്തിനിപ്പുറം വിവിധ ഇന്ത്യൻ ഭാഷാ സിനിമകളിലും മമ്മൂട്ടി വേഷമിട്ടു. ഒടുങ്ങാത്ത അഭിനിവേശത്തോടെ അഭിനയത്തിൽ ഈ നടൻ അനുദിനം സ്വയം നവീകരിച്ചു കൊണ്ടിരിക്കുന്നു. അസാധാരണമായ ഈ അതിജീവനത്തിൻ്റെ രഹസ്യം അതല്ലാതെ മറ്റൊന്നുമല്ല. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.